ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സങ്കീർത്തനങ്ങൾ 147:3 പറയുന്നു, അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു. ചില വ്യക്തികൾ മനസ്സ് മുറിപ്പെട്ട ഉടനെ തൻ്റെ ക്യാരക്ടർ തന്നെ മാറ്റുന്നു. എന്തിനാണ് നമ്മുടെ മനസ്സ് മുറിപ്പെടാൻ കർത്താവ് അനുവദിക്കുന്നത്? നമ്മിൽ കൂടി അങ്ങനെ മനസ്സ് മുറിഞ്ഞ വ്യക്തികളെ സുഖപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അത് നാം തിരിച്ചറിയണം. നമ്മൾ ഓരോ ദിവസവും കർത്താവിനോട് പ്രാർത്ഥിക്കണം, മനസ്സിൻ്റെ മുറിവുകൾ കൈകാര്യം ചെയ്യാൻ കൃപ നൽകണമേ എന്ന്. സങ്കീർത്തനം 147:3 ചൊല്ലി ചൊല്ലി ധ്യാനിക്കണം. മനസ്സ് മുറിപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ വേണ്ടാന്ന് വയ്ക്കുകയോ ചെയ്യേണ്ട കടമകൾ ചെയ്യാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം കർത്താവ് പറയുന്നു, നിങ്ങൾ മാറണം. മറ്റുള്ളവരിൽ നിന്നും ഒരിക്കലും നിങ്ങൾ നന്ദി പ്രതീക്ഷിക്കരുത്. നാം ചെയ്യുന്ന നന്മയ്ക്ക് ദൈവം പ്രതിഫലം തരും. മനുഷ്യർ കുറ്റം മാത്രമേ പറയൂ, കുറ്റം മാത്രമേ കാണൂ. ഒരാൾ നമ്മെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിക്കുകയാണെങ്കിൽ അത് കർത്താവ് അനുവദിച്ചതാണെന്ന ബോധ്യം നമ്മൾക്കുണ്ടാകണം. നിങ്ങൾ യഥാർത്ഥ ദൈവഭക്തരാണെങ്കിൽ ഈ ചിന്ത നിങ്ങളിലേക്ക് കടന്നു വരും. എപ്പോഴും ഒരു കാര്യം ഓർക്കണം, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരിക്കലും ഒരു വ്യക്തി പെരുമാറണമെന്ന് നിർബന്ധമില്ല. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നന്നായി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ മറ്റൊരാളോട് കൂടുതൽ അടുക്കാൻ കർത്താവ് സമ്മതിക്കില്ല. പ്രാർത്ഥിക്കുന്ന മക്കൾ എപ്പോഴും ദൈവവുമായി കണക്റ്റഡ് ആയിരിക്കാനേ ദൈവം ആഗ്രഹിക്കൂ. നമുക്കെല്ലാം അറിയുന്ന ഒരു വിശുദ്ധയാണ് മദർ തെരേസ. ഞാൻ പേഴ്സണലി ഈ വിശുദ്ധയുടെ ഒരു ആരാധികയാണ്. ഈ വിശുദ്ധയുടെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യം എല്ലാവർക്കും അറിയാം. വിശുദ്ധ ഒരു വലിയ കോടീശ്വരനോട് ചോദിച്ചു, പാവപ്പെട്ട എൻ്റെ മക്കളെ സഹായിക്കാമോ എന്ന്. ഉടനെ ആ കോടീശ്വരൻ വിശുദ്ധയുടെ കയ്യിൽ തുപ്പി. ഉടനെ മദർ തെരേസ പറഞ്ഞു, നീ തുപ്പിയത് എനിക്ക്, ഇനി എൻ്റെ മക്കൾക്ക് ഉള്ളത് എന്തെങ്കിലും തരണം. ഇത് കേട്ട ഉടനെ ആ കോടീശ്വരൻ അമ്പരന്നു പോയി. എന്താണ് പറയുന്നത്? വിശുദ്ധർ ഇങ്ങനെ വിചാരിച്ചാലോ, മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എന്തിനാണ് യാചിക്കുന്നതെന്ന്. പക്ഷേ മദർ തെരേസ തന്നെ മുറിപ്പെടുത്തിയ ആ വ്യക്തിക്ക് വേണ്ടി തൻ്റെ ക്യാരക്ടർ മാറ്റാൻ ഒരിക്കലും തയ്യാറായില്ല. അതുകൊണ്ടാണ് ആ അമ്മ വിശുദ്ധയായി തീർന്നത്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും മനസ്സ് മുറിപ്പെട്ട് ബന്ധങ്ങൾ വേണ്ടാന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം ഹൃദയനൊമ്പരത്തോടെ പ്രാർത്ഥിക്കണം. സ്വർഗപിതാവേ, യേശുവേ, എൻ്റെ മനസ്സ് മുറിവേൽപ്പിച്ച വ്യക്തികളെ സ്നേഹിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. നമ്മുടെ ജീവിതത്തിൽ സാത്താൻ ഇടപെടുന്ന ഒരു മേഖല ഇതാണ്. വാശി, വൈരാഗ്യം, വെറുപ്പ്, കോപം, ഇതെല്ലാം സാത്താൻ ഇടയ്ക്കിടെ ചൂട് പിടിപ്പിക്കും. നമ്മൾ മറന്നുപോയ കാര്യം സാത്താൻ ഓർമ്മിപ്പിച്ച് നമ്മുടെ മനസ്സ് കല്ലാക്കും. നമ്മെ മുറിപ്പെടുത്തിയ സംഭവം നമ്മൾ മറന്നു പോയിട്ടുണ്ടാകും. സാത്താൻ വന്ന് അത് ഓർമ്മിപ്പിച്ച് നമ്മെ അടിമയാക്കും. അതുകൊണ്ട് നമ്മൾ ജാഗരൂകരായിരിക്കണം. നമ്മെ പാപത്തിൽ വീഴിക്കാൻ വേണ്ടി മാത്രം ഒത്തിരി പിശാചുക്കൾ പിന്നാലെ നടക്കും. ഈശോയോട് അനുദിനം പ്രാർത്ഥിക്കണം. ആര് പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചാലും ഞാൻ ഒരിക്കലും പാപത്തിൽ വീഴില്ല എന്ന ഉറച്ച തീരുമാനമെടുക്കണം. അതുപോലെ നാമും ശ്രദ്ധിക്കണം, വാക്കുകൾ കൊണ്ട് ആരെയെങ്കിലും മുറിപ്പെടുത്താതിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി നമുക്ക് ഈശോയോട് മാപ്പ് ചോദിക്കാം. പ്രിയമുള്ളവരെ, നമ്മെ വേദനിപ്പിച്ച വ്യക്തികളോട് നമുക്ക് ക്ഷമിക്കാൻ സാധിച്ചില്ലെങ്കിൽ നഷ്ടം നമുക്കാണ്, അവർക്കല്ല. ദൈവാനുഗ്രഹം നമുക്കാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. പലവിധ വേദനയിൽ കഴിയുന്ന മക്കൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായി കുമ്പസാരിച്ച് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാം. വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. പ്രിയമുള്ളവരെ, അനുദിന പ്രാർത്ഥനയിൽ നമുക്ക് കൂട്ടുചേർക്കാം. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.